നീ ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയല്ലേ? നീ നോക്കിക്കോ, ഞങ്ങൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഷേർഖാനും ബാക്കിയുള്ള മൃഗങ്ങളും പക്ഷികളോടും ചർച്ച ചെയ്തു. കൊക്കിനെ ഒരു കൂട്ട് തടങ്കിലാക്കി. കൊക്കിന് അവൻ ചെയ്ത കാര്യത്തിന് കുറ്റബോധം തോന്നി. അടുത്ത ദിവസം രണ്ടാൾക്കാര് കാട്ടിലേക്ക് വന്നു. ദൈവമേ, ഈ മനുഷ്യന്മാരിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല രാജേഷ്, നീയല്ലേ പറഞ്ഞത് ഈ കാട് വളരെ വൃത്തികെട്ടതാണെന്ന്? കാട്ടിലെല്ലായിടത്തും മാലിന്യം കിടക്കുന്നതെന്ന്, ഇവിടെയുള്ള കുളം പോലും വൃത്തികേടാണെന്ന്. പക്ഷേ ഇത് വളരെ മനോഹരമായ വൃത്തിയുള്ള കാടാണല്ലോ. അല്ല, ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഇതൊരു വൃത്തികെട്ട കാടായിരുന്നു. ഇതെങ്ങനെ വൃത്തിയായെന്ന് മനസ്സിലായില്ല. നമ്മൾ ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ റോഡ് പണിയാൻ വേണ്ടി വന്നതല്ലേ. പക്ഷേ ഇത്ര മനോഹരമായ കാട് വെട്ടിത്തെളിക്കാൻ സർക്കാർ നമുക്ക് പെർമിഷൻ തരില്ല. വരൂ വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതും പറഞ്ഞ് അവരവിടെന്ന് പോയി. രാജാവായ ഷേർഖാൻ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെ ഒരുമിച്ച് ചർച്ചയ്ക്ക് വിളിച്ചു. മൃഗങ്ങളെ, കൊക്ക് നമ്മളോട് നുണ പറഞ്ഞിട്ട് ഈ കാട് വൃത്തിയാക്കിച്ചു. പിന്നെ കഠിനാധ്വാനത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കി. അതിലൊരു തെറ്റുമുള്ളതായി തോന്നുന്നില്ല. ഇന്ന് നമ്മുടെ കാട് വൃത്തിയും വെടിപ്പും ഇല്ലാത്തതായിരുന്നെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് നശിപ്പിക്കാൻ തയ്യാറാവുമായിരുന്നു. ഇത് വൃത്തിയും വെടിപ്പുള്ളതായതുകൊണ്ട് അവർ തിരിച്ചുപോയി. ദൈവമേ, അപ്പോൾ നമ്മളെല്ലാവരും ഈ കാട്ടിൽ സുരക്ഷിതരായിരിക്കാൻ കാരണം കേവലം ആ ചെറിയ മിങ്കുക്കൊക്കാണല്ലേ? അങ്ങനെ കൊക്കിനെ അവർ തുറന്നു വിട്ടു. എന്നിട്ട് അവനോട് ചെയ്ത തെറ്റിന് മാപ്പും ചോദിച്ചു. പ്രിയപ്പെട്ട കൊക്കെ, ഇന്ന് ഞങ്ങൾ മടിയൊക്കെ മാറ്റി ഇപ്പൊ ഈ കാട് എങ്ങനെയാണോ കാണുന്നത് അതേപടി ഈ കാടിനെ ഞങ്ങൾ നിലനിർത്തുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലായി, കഠിനാധ്വാനം കൊണ്ട് പ്രയോജനം മാത്രമേ ലഭിക്കൂ, നഷ്ടമൊരിക്കലും ഉണ്ടാവില്ലെന്ന്. ഇത് കേട്ടപ്പോ കൊക്കിന് ഒരുപാട് സന്തോഷമായി. എല്ലാ മൃഗങ്ങളും ചേർന്ന് തടാകത്തിന്റെ അടുത്ത് തന്നെ അവനൊരു വീട് വെച്ചു കൊടുത്തു. അതിലവൻ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി.